ഹായ് ഓൾ വെൽക്കം ടു എൽ അക്കാഡമി. CUET UG 2026 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ്, അല്ലെങ്കിൽ ഈ കൊല്ലം നിങ്ങൾ പ്ലസ് ടു എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രോഗ്രാംസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കേണ്ട ഒരു എക്സാം ആണ് CUET എന്ന് പറയുന്നത്. അതിന്റെ കംപ്ലീറ്റ് ഗൈഡൻസ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, NTA അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് CUET.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വിൻഡോ കാണാം. ഈ വിൻഡോയിൽ ഇവർ പബ്ലിക് നോട്ടീസിൽ ഇൻവൈറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ CUET 2026 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരുമ്പം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റുകൾ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 3-ാം തീയതി മുതൽ ഈ ജനുവരി 30 വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് സക്സസ്ഫുള്ളി ഫീസ് അടയ്ക്കാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 31 ജനുവരി 2026 ആണ്. അപ് ടു 11:50 PM ആണ്. സോ ഈ ടൈം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈം ഉണ്ട്. അതായത് 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെയാണ് ഫെബ്രുവരി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ എക്സാം സിറ്റി, അതേപോലെ അഡ്മിറ്റ് കാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ പിന്നീട് അവരെന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അവിടെ എക്സാം വരുന്നത് ബിറ്റ്വീൻ 11 to 31 മെയ് 2026 ആണ്. അതൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, അതിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. വെബ്സൈറ്റ് ഒന്നും കൂടെ പരിചയപ്പെടുത്തുകയാണ്, CUET.NTA.NIC.in ആണ്. സോ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിലേക്ക് മൂവ് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഒരു ഇമെയിൽ ID വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഒരു വട്ടം മാത്രമേ ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. സോ നിങ്ങൾ എഴുതാൻ പോകുന്ന പേപ്പറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 37 സബ്ജക്റ്റുകൾ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് എടുക്കേണ്ട കുട്ടി അവർക്ക് സിലബസ് കൊടുത്തിട്ടുണ്ട്. അതാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ, വെർബൽ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വേറെ സബ് ടോപ്പിക്സ് ഉണ്ട്. സോ ഇതേപോലെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനുള്ള സിലബസുകൾ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഇവിടെ ലാംഗ്വേജസ് ആണ് ഇവിടെ പറയുന്ന ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, മലയാളം, മറാത്തി. അപ്പോൾ ഇങ്ങനത്തെ ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ലാംഗ്വേജസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ലിസ്റ്റ് A ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ അവരുടെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് അക്കൗണ്ടൻസി, അഗ്രികൾച്ചർ, ആന്ത്രപ്പോളജി, ബയോളജിക്കൽ സയൻസ്. കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസും ഇൻഫോർമേഷൻ പ്രാക്ടീസസും. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ഈ ഒരു പേപ്പർ കോഡിലാണ് വരുന്നത്. അതേപോലെ ജിയോളജിയും ജിയോഗ്രഫിയും ഇത് രണ്ടും 313 എന്ന് പറയുന്ന പേപ്പർ കോഡിലാണ് വരുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ട്, ഇത് ലിസ്റ്റ് Bയിൽ വരുന്ന കോഴ്സുകളാണ്, അല്ലെങ്കിൽ കോർ ഡൊമൈനുകളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് വരുന്ന ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് GAT. അവിടെ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇത് ഒരു പേപ്പറാണ്, അത് ആണ് 501 എന്ന് പറയുന്ന പേപ്പർ കോഡ്, സബ്ജക്ട് കോഡാണ്. സോ ഇതാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും എന്തുണ്ട്, കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സിലബസ് അവർ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, +2 നമ്മുടെ +1 ഉള്ള നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള എന്താണ് സിലബസ് തന്നെയാണ് വരുന്നത്, അതാണ് ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ്, ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്, അല്ലെ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ആസാം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അതേപോലെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഓരോ സ്റ്റേറ്റിനും. സോ അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അതേപോലെ തന്നെ IGNTU ഉണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ, JNU. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുക്കുന്നു, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നിങ്ങൾ BA ഹോണേഴ്സ് അറബിക് എന്ന് പറയുന്ന കോഴ്സിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ഒരു കോഴ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ അതായത് കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലാംഗ്വേജ്, എനി വൺ ഓഫ് ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A, അതിന്റെ കൂടെ നിങ്ങൾ എനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B എഴുതേണ്ടതുണ്ട്. ഓൾമോസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കേസ് പറയുന്ന സമയത്ത് എപ്പോഴും ഒരു ലാംഗ്വേജും ഇനി 3 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് B ആണ്, അല്ലെങ്കിൽ കോർ സബ്ജക്റ്റ് ആണ് അവരെന്ത് ചെയ്യുന്നത് പറയുന്നത്. അവിടെ നിങ്ങൾ ജനറൽ പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, GAT എഴുതാതെ ഇരിക്കേണ്ടത്. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പർ GAT ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഇങ്ങനത്തെ വേരിയേഷൻസ് ഉണ്ടാവും. അതായത് സെയിം കോഴ്സ് തന്നെ ഡിഫറെന്റ് പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ യൂണിവേഴ്സിറ്റിക്കും എഴുതേണ്ടി വരും. അതായത് നമ്മളിപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് നോക്കുകയാണ്. ഹൈദരാബാദിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. എന്താണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ UG പ്ലസ് PG വരുന്നതാണ്. അപ്പൊ നമുക്കവിടെ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇന്റഗ്രേറ്റഡ് MSc ആയിരിക്കും വരിക. അവിടെ നോക്കിയേ, ഇപ്പം ഒരു മാത്തമാറ്റിക്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോർ പേപ്പർ ആയിട്ട് 3 എണ്ണം എഴുതണം. മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം, ഫിസിക്സ് ഉണ്ടായിരിക്കണം, കെമിസ്ട്രി ഉണ്ടായിരിക്കണം, ആൻഡ് ക്വാളിഫയിങ് പേപ്പർ ഇംഗ്ലീഷും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 പേപ്പർ എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ, അതായത് നിങ്ങളുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രേറ്റഡ് MSc കോഴ്സിന് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതേപോലെ ഫിസിക്സിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാകും, 2 പേപ്പർ എഴുതിയാൽ മതി. ഫിസിക്സും മാത്തമാറ്റിക്സുമാണ്. ആൻഡ് ഇംഗ്ലീഷും നിങ്ങൾ എഴുതണം. കോർ പേപ്പറിൽ 2 എണ്ണവും ക്വാളിഫയിങ് പേപ്പറിൽ ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ മതി. സോ രണ്ടാമത്തേത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് നോക്കുന്നു എന്നുള്ളതും അവിടെ അവർ പറയുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏത് കോർ പേപ്പർ ആണെന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു കുട്ടിക്ക് 5 പേപ്പറാണ് എഴുതാനായിട്ട് പറ്റുക. 5 പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്. ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അതിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5 എണ്ണം എന്ന് പറയുമ്പോൾ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതായത് ഏതാണോ ലാംഗ്വേജ് അത് ചൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ഒരു GAT പേപ്പർ വെക്കാം, പിന്നെ 3 ഡൊമൈൻ വെക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ കണ്ടു. ഇനി നമുക്ക് എത്രയാണ് ഫീസും കാര്യങ്ങളും വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവർ നമ്മൾ 3 സബ്ജക്ട് എഴുതാൻ വേണ്ടിയിട്ട് 1000 റുപ്പീസ് ആണ് വാങ്ങുന്നത്. അഡീഷണൽ സബ്ജക്ട് വരുമ്പോൾ 4000 ഈച്ച്. ഓക്കെ, അങ്ങനെ നമുക്ക് 5 സബ്ജക്റ്റുകളാണ് കേട്ടോ എഴുതാനായിട്ട് പറ്റുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഇനി OBC NCL EWS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 900 ആണ് 3 സബ്ജക്റ്റിന് വേണ്ടത്. 375 ആണ് അഡീഷണൽ സബ്ജക്റ്റിന് വേണ്ടത്. SC ST PWD ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, തേർഡ് ജെൻഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 800 മതി. 350 ആണ് നമ്മൾ അഡീഷണൽ സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. ഔട്ട്സൈഡ് ഇന്ത്യ സെന്റേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4500 എന്ത് ചെയ്യണം, അടിക്കണം. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ പേപ്പർ വെക്കണം എന്നുണ്ടെങ്കിൽ 1800 രൂപയും കൊടുക്കേണ്ടതുണ്ട്. സോ ഇതാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അപ്പൊ അവർ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യണം, ജസ്റ്റ് അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റും കൂടെ, അതിന് നമ്പർ ആവശ്യമുണ്ട്, അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. PWD ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ മാത്രം മതിയാവും. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും, അഡ്മിഷന്റെ സമയത്താണ് പിന്നീട് അവരെന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സാമിന്റെ ഒരു പാറ്റേൺ ആണ്. അപ്പൊ എക്സാമിന്റെ പാറ്റേണിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത് കംപ്ലീറ്റ് ഓൺലൈൻ ആണ് അല്ലെ, CBT മോഡാണ്. അപ്പൊ CBT മോഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് പറ്റും, ടോട്ടൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 37 ആണ്. അതിൽ 13 ലാംഗ്വേജസും 23 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റും ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി 5 പേപ്പറാണ് മാക്സിമം ഒരാൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടോ, ഇത് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ CBT മോഡാണ് നമ്മൾ പറഞ്ഞു. ക്വസ്റ്റ്യൻസിന്റെ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ഫോർ ഈച്ച് ടെസ്റ്റ് പേപ്പർ ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, കമ്പൽസറി ആണ്.
അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഡ്യൂറേഷൻ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 1 മണിക്കൂറാണ് എന്ന് പറയാം. ഇനി ഷിഫ്റ്റ് ഉണ്ടാകും, അതായത് എത്ര കുട്ടികൾ അപ്ലൈ ചെയ്തു, കാൻഡിഡേറ്റ്സ് ഉണ്ടാവുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുന്നത്. മാർക്കിംഗ് സ്കീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇനി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് മാർക്കാണെന്നുണ്ടെങ്കിൽ 1 എന്ത് ചെയ്യും, അവിടെ ഇൻകറക്റ്റ് ആൻസറിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോമിൽ വരിക. ഹോമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കാൻഡിഡേറ്റ് ആക്ടിവിറ്റി ഉണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ ഫോർ CUET UG കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ടാബിൾസ് ഉണ്ട് അല്ലേ. ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട്, ലോഗിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. സോ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക. ഇവിടെ നമ്മുടെ ഫീസും കാര്യങ്ങളും അവർ ഒന്നും കൂടെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് അപ്ലോഡ് ചെയ്യാൻ 2 കാര്യം പറയുന്നുണ്ട്. അതായത് കാൻഡിഡേറ്റിന്റെ ഫോട്ടോഗ്രാഫും അതേപോലെ സിഗ്നേച്ചറും ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം സിഗ്നേച്ചർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 10 KB to 50 KB ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അത് കളർ ആയിരിക്കണം. വിത്ത് 80% ഫേസ് എന്ത് ചെയ്യണം, അവിടെ വിസിബിൾ ആയിരിക്കണം. അവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരണം. 10 KB to 200 KB ആ ഒരു JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് വരേണ്ടത് എന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രിക്റ്റ്ലി പറയുന്നുണ്ട്. അപ്പൊ ഇത് ഫോളോ ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതിലും കൂടുതലോ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾ ആദ്യം ഓൾറെഡി എന്ത് ചെയ്യണം, എടുത്തു വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളോട് പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യണം, 8 to 13 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതിൽ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 അപ്പർ കേസ് ആൽഫബറ്റ്, ഒരു ലോവർ കേസ് ആൽഫബറ്റ് ഉണ്ടാവണം, 1 ന്യൂമറിക്കൽസ് ഉണ്ടാവണം. ഇങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും കൊടുത്താൽ നന്നാവും എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് കാണാം. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഗാർഡിയൻ അല്ലെ ഫാദറിന്റെ പേര് കൊടുക്കുക, മദറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ജെൻഡർ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൺഫേം പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ കൺഫേം ചെയ്യേണ്ടതാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരുത്താനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ കെയർഫുള്ളി എന്ത് ചെയ്യുക, ഇത് ചെയ്യണം. ഓക്കെ, ഇനി പ്രസന്റ് അഡ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാലോ, അത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതിനെ കൺഫേം ചെയ്യണം. അതിനുശേഷം മൊബൈൽ നമ്പർ, അതും എഗെയിൻ കൺഫേം ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ആൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ, അത് ഓപ്ഷനിലാണ്, പക്ഷെ കൊടുത്താൽ നന്നായിരിക്കും. ഇനി നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് എന്താ എന്നുള്ളത് ഫില്ല് ചെയ്യാൻ പറ്റും. സെയിം ആണെന്നുണ്ടെങ്കിൽ സെയിം ആസ് പ്രസന്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സ് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യണം. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്കൂളിന്റെ നെയിം, ഇങ്ങനത്തെ ഒരുപാട്, നിങ്ങളുടെ ഫേവറേറ്റ് കളർ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ക്യാപ്ച എന്ത് ചെയ്യുക, അവിടെ ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങളുടെ പ്രോപ്പർ ഡീറ്റെയിൽസ് നിങ്ങൾ എന്തൊക്കെയാണോ ഫില്ല് ചെയ്തേക്കുന്നത് അതിവിടെ വരും. ഓക്കെ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേര് അടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫാദറിന്റെ നെയിമും മദറിന്റെ നെയിമും ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഇങ്ങനത്തെ ഓരോ കോളത്തിൽ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്തിട്ട് പോകണം. ഓക്കെ, അങ്ങനെ ടിക്ക് ചെയ്തതിനു ശേഷം ഐ എഗ്രി എന്ന് കൊടുത്തിട്ട് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് കൊടുക്കും. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് എന്താ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അങ്ങനെ നിങ്ങൾ OTP വന്നു കഴിഞ്ഞാൽ ആ OTP പിന്നെ എന്ത് ചെയ്യണം, അടുത്ത ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിലേക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും വരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എടുത്ത് വെക്കേണ്ടതുണ്ട്.
സോ അതിനുശേഷം വരുന്ന വിൻഡോ എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ വെരിഫൈങ് ഇമെയിൽ ഐ ഡി ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ നടത്താം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ ഇതേപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതേപോലെ വന്നിട്ടുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. അതിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരത്തെ അടിച്ചതുപോലെ തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റിന്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതേപോലെ തന്നെ ഫാദർ അല്ലെങ്കിൽ ഗാർഡിയന്റെ പേരെന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഇവിടെ പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടാവും, അത് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതായത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഐ ഡി അല്ലെങ്കിൽ നമ്പർ ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു NCL കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ, NCL OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ സർട്ടിഫിക്കറ്റ് ID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ ആ കാറ്റഗറി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ് ചോദിക്കുന്നുണ്ട്, അതും പ്രോപ്പർ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി ആരാണ്, ഏത് പിന്നെ അതോറിറ്റി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇഷ്യൂ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അതേപോലെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പിന്നെ ആർ യു ഡയബറ്റിക് എന്ന്, അതായത് നിങ്ങൾ ഡയബറ്റിക് ആണോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റെസിഡൻസ് അർബൻ ആണോ അല്ലെങ്കിൽ റൂറൽ ആണോ എന്നുള്ളത്. അതേപോലെ ആനുവൽ ഫാമിലി ഇൻകം, അതൊരു സ്ലാബാണ്, റേഞ്ച് എത്ര നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൈനോറിറ്റിയിലാണോ ബിലോങ് ചെയ്യുന്നത്, ഏതാണ് റിലീജിയസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. പിന്നെ എക്സ് സർവീസ് മാൻ ആണോ, അതേപോലെ NCC കോട്ട ഉണ്ടോ, സ്പോർട്സ് കോട്ട ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്യാപ്ച കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ചെയ്യുക. ആൻഡ് അടുത്തതായിട്ട് ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, യെസ് കൊടുത്താൽ മതി. അതർവൈസ് നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ അങ്ങ് സ്കിപ്പ് പോവും. ഓക്കെ, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ UDIDയുടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൺഫേം ചെയ്യുക. അത് സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി ഡിസേബിൾഡ് ആവുന്ന ആളുകൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഇവിടെ ക്യാപ്ച കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, എൻ്റർ ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ആധാർ, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടത്. ഇപ്പൊ ആധാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് നിങ്ങൾ ആധാർ ഇവിടെ ചൂസ് ചെയ്യുന്നു, അതിന് നമ്പർ കൊടുക്കുന്നു, നിങ്ങളുടെ നെയിമും അവിടെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, അത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് ക്യാപ്ച കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ആധാർ ID ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കുട്ടികൾക്കും ആധാർ ID ഉണ്ട്. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ ID, നിങ്ങൾ ഏതൊക്കെ കോളേജിൽ പഠിച്ചു, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ CGPA അല്ലെങ്കിൽ മാർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സിംഗിൾ ID ആണ്. അതുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, നോ കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ എക്സാം എന്ത് ചെയ്യണം, ടെസ്റ്റ് പേപ്പർ സെലക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് 5 പേപ്പർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5 എണ്ണം ക്ലിക്ക് ചെയ്യാം. ഇനി അത് ഏതൊക്കെയാന്നുള്ളത് നോക്കുക. ഒരു ലാംഗ്വേജ്, അതേപോലെ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ അതല്ലാതെ വരുന്നത് ഇതിന്റെ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് കൊടുക്കുന്നു, 3 സബ്ജക്റ്റ് ഏതെങ്കിലുമൊക്കെ. ആ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ബയോളജി വേണമെങ്കിൽ കൊടുക്കാം, എൻവയോൺമെന്റൽ സയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി, അങ്ങനെ ഓരോ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഏതൊക്കെയാണ് സബ്ജക്റ്റ് പേപ്പർ എന്ന് നോക്കിയിട്ട് അത് നോട്ട് ചെയ്തിട്ട് മാത്രം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും, 5 പേപ്പർ അല്ലെങ്കിൽ 4 പേപ്പർ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ എക്സാം സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ പേപ്പർ ഏത് മീഡിയത്തിൽ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷും അതേപോലെ ഹിന്ദിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക. അതിനുശേഷം എക്സാം സ്റ്റേറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ കേരള കൊടുക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ ജില്ലകളിൽ വരും, ഏതൊക്കെ ജില്ലകളിലാണ് സെൻറ്റർ വരിക എന്നിവിടെ കാണിക്കും. സോ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം പിന്നെയും കേരള
കൊടുക്കുമ്പോൾ പിന്നെ അടുത്ത നിങ്ങൾക്ക് പോയി വരാൻ എളുപ്പമായിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 4 സിറ്റി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അതിനുശേഷം ഗാർഡിയന്റെ ഒക്യുപ്പേഷൻ, അതേപോലെ തന്നെ പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ മെട്രിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ 10th പാസ് ആണെന്നുണ്ടെങ്കിൽ മെട്രിക്കുലേറ്റ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അതേഴ്സ് കൊടുത്താൽ മതി. ഓക്കെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ക്യാപ്ച ഇവിടെ ക്ലിക്ക് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ. ഇനി അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഇപ്പം നിങ്ങളുടെ 10th ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ +2ന്റെ ഡീറ്റെയിൽസ് ആണ് ഇവർ ചോദിക്കുന്നത്. 10th ഓർ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടല്ലോ, അപ്പോൾ പാസ്ഡ് എന്ന് കൊടുക്കുക. നിങ്ങൾ 10th ആവുന്ന സമയത്ത് അത് ടൈപ്പ് ഓഫ് സ്കൂള്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്, ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എക്സാം മോഡ് ഇപ്പോൾ CGPA ആയിരിക്കില്ല, പെർസെൻറ്റേജ് ആയിരിക്കും, പെർസെൻറ്റേജ് കൊടുക്കുക. മാക്സിമം ഗ്രേഡ് പോയിന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇനി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ 12th നിങ്ങളിപ്പം വെയിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അപ്പിയർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പിയറിംഗ് എന്ന് കൊടുത്താൽ മതി. ഇനി പാസ്സായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പാസ്ഡ് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പ്രോപ്പർ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ്, അഡീഷണൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ട്വിൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുക. ട്വിൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കുന്നു. സേവ് ആൻഡ് നെക്സ്റ്റ് ക്യാപ്ച അടിച്ചിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളിവിടെ വെരിഫിക്കേഷൻ പോലെ ഇവിടെ SMS നിങ്ങളുടെ, അതായത് 1 ടൈം ആയിട്ട് നിങ്ങൾക്ക് ഒരു SMS വരുന്നുണ്ട്. സോ അതിന് നിങ്ങളുടെ കൺട്രി നെയിമും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു OTP ഇതിലേക്ക് വരും. സോ നിങ്ങൾ അതെന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അങ്ങനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ട്, ഇവിടെ ഫോട്ടോഗ്രാഫി ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് മൊബൈലിലാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ലൈവ് പിന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപ്ചർ ഫോട്ടോഗ്രാഫി, ഫോട്ടോ എടുക്കുക. ഓക്കെ. അത് അങ്ങനെ അപ്ലോഡ് ചെയ്യും. ഇതേപോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അതിൻ്റെ എത്ര, ഇപ്പം ഏത് ഫോർമാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ JPG ഫോർമാറ്റിലാണ്. 10 to 200 KB ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചറും അതേപോലെ അപ്ലോഡ് ചെയ്യുക. ഇനി നിങ്ങൾ PWD ഒരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വിട്ടാൽ മതി. പിന്നെ നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്, ID പ്രൂഫ് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ആധാർ ആണ് കൊടുത്തതെങ്കിൽ ആധാർ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപ്ച കൊടുക്കുന്നു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. സോ ഒരു പോപ്പപ്പ് വരും. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ ഫൈനലി ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് കൊടുക്കുന്നു. ആ യെസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫൈനൽ സബ്മിറ്റിന് വേണ്ടിയിട്ട് ഒരു റിവ്യൂ കാണിക്കും. അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ റിവ്യൂ പേജ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും കെയർഫുള്ളി നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കുക. ഇൻ കേസ് നിങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങളിപ്പം പിന്നെ ഒരു കഫേയിലൊക്കെ പോയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് കംപ്ലീറ്റ് വായിച്ചിട്ട് കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തുന്നത്. ഓക്കെ. അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അവസാനമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഇവിടെ മൈ നെയിം, അതേപോലെ കാറ്റഗറി, ഫാദറിന്റെ നെയിം കാര്യങ്ങളും, ഇങ്ങനത്തെ ഒരുപാട് ബോക്സ് ഉണ്ട്. അതൊക്കെ ക്ലിക്ക് ചെയ്യുക. ഐ എഗ്രി കൊടുത്തിട്ട് ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇമെയിൽ ID വെരിഫിക്കേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫീസ് പേ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫീസ് പേ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫീസ് കൊടുക്കാം. അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് എന്ന് കൊടുത്തിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഏതാണ് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഏത് പേയ്മെന്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, UPI മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു പേ എന്ന് ഉള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ UPI ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ വാട്ടെവർ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ ഫീസ് അടയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ്, ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം ഫൈനലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കൺഫർമേഷൻ പേജ് വരും. സോ അത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് ഒന്ന് സൂക്ഷിച്ചു വെക്കുക. സോ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം. അതോടൊപ്പം തന്നെ പാസ്വേഡ്, ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാവരുടെ നമ്പർ ഉണ്ട്, അതുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മുടെ
ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് മുൻപായിട്ട് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ആ നമ്പർ നമുക്ക് ആവശ്യമുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.